ശ്രീലക്ഷ്മിയാണ്. LDF സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുന്ന ആ നിമിഷം ഓരോ സാധാരണക്കാരനെയും നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. അയ്യോ, ഇത്രയും നല്ലൊരു ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ആദ്യം ആയിരുന്നില്ല അത്. ഇനി പഠിപ്പ് മുടക്കുകളും ഹർത്താലുകളും കൊണ്ട് സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാകുമല്ലോ എന്ന ഭയമായിരുന്നു ആ വെള്ളിടിയുടെ കാരണം. ഞാനൊക്കെ വിചാരിച്ചത് 10 കൊല്ലം ഇവര് ഭരിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളൊന്നും ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു എന്നാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. അപ്പൊ കുട്ടികളുടെ പഠനത്തിനെങ്കിലും ഇവർ മുൻതൂക്കം കൊടുക്കും. അതിനെ ബാധിക്കുന്നതൊന്നും ഇവർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ ജനങ്ങളുടെ സ്നേഹവും ഇഷ്ടവും പിടിച്ചു പറ്റി തിരിച്ച് അധികാരത്തിലേക്ക് വരാനായിരിക്കാം ഇവരുടെ ശ്രമം എന്നാണ്. അത് വെറും മിഥ്യാധാരണയാണ് എന്നുള്ളത് ഈ ഇന്നത്തെ SFIയുടെ പഠിപ്പ് മുടക്കുകൊണ്ട് നമുക്ക് മനസ്സിലായി, ആഹ്വാനം കൊണ്ട് മനസ്സിലായി. 10ാം ക്ലാസ്സിലെയും +2 ലെയും പിള്ളേരും മാത്രമാണ് ഇപ്പൊ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചുങ്ങളുടെ പഠിപ്പ് മുടക്കാനാണ് ഈ ആഹ്വാനം. ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഞങ്ങളെപ്പോലെ വർഷങ്ങൾക്ക് മുൻപേ പഠനം അവസാനിപ്പിച്ചവരെക്കാൾ കൂടുതൽ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ഓരോ കുട്ടിക്കും അറിയാലോ ഇന്നത്തെ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും പഠനഭാരം എത്രയാണെന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ടീച്ചർമാർ ചത്ത് കിടന്ന് പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വീട്ടിലിരിക്കേണ്ട ടീച്ചേഴ്സ് ആ സമയം കൂടെ വന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് ഡിസംബർ ഒരു അടുപ്പിച്ച് ക്ലാസുകൾ തീർത്ത് ജനുവരിയിൽ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരിയിൽ അവർക്ക് മോഡൽ എക്സാംസ് നടത്തി മാർച്ചിൽ പബ്ലിക് എക്സാംസ് വരുമ്പോൾ കുട്ടികളെ വളരെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. +2 പിള്ളേരുടെ കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ. സയൻസ് ബാച്ചിലെ പിള്ളേർക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, ഇന്റേണൽസ് ഉണ്ട്, പിന്നെ റെക്കോർഡ്സ് ഉണ്ട്, വൈവയുണ്ട്. ഇതിനെല്ലാം പിള്ളേരെ റെഡിയാക്കണം. ഇതിന്റെ കൂടെ പിള്ളേരുടെ പോർഷൻസ് എല്ലാം ഡിസംബറിൽ തീർത്തുകൊണ്ട് ജനുവരി ആകുമ്പോൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി ആകുമ്പോൾ സയൻസിലെ പിള്ളേർക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് ആകുമ്പോൾ പിള്ളേരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണം. ഇതിന്റെ ഇടയിൽ സയൻസ് ബാച്ചിലെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എൻട്രൻസ് ഉണ്ട്, എൻട്രൻസിന്റെ കോച്ചിങ് ഉണ്ട്, അതിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം ഈ പിള്ളേർക്ക് ഒരു വർഷമാണ് സമയമുള്ളത്. ഇനി ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെയും കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ. അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡോക്യുമെന്റേഷൻസിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സബ്മിഷൻസിൽ മാറ്റങ്ങൾ ഉണ്ട് എന്ന് വെച്ചിട്ട് പഠനഭാരം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അവർക്കും ഈ പറഞ്ഞ ഡിസംബറിൽ പോർഷൻസ് തീർത്ത് ജനുവരി ഫെബ്രുവരി റിവിഷൻസ് കൊടുത്ത് പിള്ളേരെ മാർച്ചിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിപ്പിക്കാനാണ് ഓരോ ടീച്ചർമാരും ചത്ത് കിടന്ന് പണിയെടുക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പഠിപ്പ് മുടക്ക്, അനാവശ്യമായിട്ടുള്ള പഠിപ്പ് മുടക്കം കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ ജൂൺ ആകുമ്പോൾ മഴ അവധി വരും, അത് അടിയന്തര അവധിയാണ്. ഇനി പ്രാദേശികമായിട്ടുള്ള ഫെസ്റ്റിവൽസ് വരും, അല്ലെങ്കിൽ മറ്റുള്ള സീസണൽ ഫെസ്റ്റിവൽസ് വരും, വെക്കേഷൻസ് വരും. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തോരം ക്ലാസ് ആണ് കുഞ്ഞുങ്ങൾക്ക് പോകുന്നതെന്ന് അറിയാമോ? അപ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അവധികൾ ഒഴിവാക്കാൻ പറ്റുമല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പഠിപ്പ് മുടക്കാണല്ലോ. ഈ പഠിപ്പ് മുടക്ക് നടത്തി വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന എന്നതുകൊണ്ട് LDF അടക്കമുള്ള സർക്കാരുകൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കാര്യം നടത്തി തന്നിട്ടുണ്ടോ? നിങ്ങൾ ABVPയും KCയും സമരം ചെയ്ത് പഠിപ്പ് മുടക്ക് നടത്തിയിട്ട് നിങ്ങളെടുത്തൊരു ഡിമാൻഡും കൊണ്ട് വന്നപ്പോഴൊക്കെ നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഹർത്താലുകളും പഠിപ്പ് മുടക്കുകളും കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഏതെങ്കിലും പൊതുജനത്തിന് ഉണ്ടാകാനായിട്ട് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയോ? നിങ്ങൾക്കും അറിയില്ല. പിന്നെ എന്ത് പ്രഹസനമാണ് സജിയെ എന്ന് മാത്രമല്ലേ ഇതിൽ ചോദിക്കാനുള്ളൂ? അത്ര മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനി ഈ പഠിപ്പ് മുടക്കുന്നത് കൊണ്ട് നിങ്ങൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിലെ പിള്ളേർക്ക് എന്തെങ്കിലും, അത് ഏതായിക്കോട്ടെ, പിള്ളേർക്ക് ഗുണമുണ്ടോ? ഗുണമില്ല. ഇനി ഈ പറഞ്ഞ പഠിപ്പ് മുടക്ക് കൊണ്ട് സാധാരണക്കാരന്റെ മക്കൾ മാത്രമാണ് വീട്ടിൽ ഇരുന്ന് പോകുന്നത്. കാശുകാരന്റെ മക്കൾ എങ്ങനെയാണെന്നറിയോ? അവർ വലിയ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അവർക്ക് ഓൺലൈൻ സെഷൻസ് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇനി പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അച്ഛനും അമ്മമാരും 25,000 50,000 രൂപ കൊടുത്ത് നല്ല ക്രാഷ് കോഴ്സുകൾ വാങ്ങിച്ച് പിള്ളേരെ വീട്ടിലിരുത്തി പഠിപ്പിക്കും. ഇനി അതും അല്ലെങ്കിൽ ആയിരക്കണക്കിന് മണിക്കൂറിന് ഫീസ് പറയുന്ന ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കും. അവർ പഠിച്ചങ്ങ് പോകും. സാധാരണക്കാരന്റെ മക്കൾ എന്ത് ചെയ്യും? അവിടെ കിടക്കും. ആരുടെ കുറ്റം? ടീച്ചേഴ്സിന്റെ കുറ്റമാണോ? സ്കൂളുകളിൽ ചെന്ന് നോക്കണം. സാധാരണ സ്കൂളുകളിൽ ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നതുകൊണ്ട് എനിക്കറിയാം. ആ ടീച്ചർമാർ കിടന്ന് നെട്ടോട്ടമോടി പഠിപ്പിക്കുകയാണ് 10ാം ക്ലാസ്സിലെയും +2ലെയൊക്കെ പിള്ളേരെ. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതുങ്ങളുടെ മക്കളാണ് ഈ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള ഒറ്റ ചിന്തയോടെ ആ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ആ കൊച്ചുങ്ങളെ. എന്റെ ഹസ്ബൻഡിന്റെ നാട് ഒക്കലാണ്, അറിയാലോ. അവിടെ ഒക്കൽ SNDP സ്കൂളുണ്ട്. ആ സ്കൂളിൽ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ 2 മക്കൾ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ മക്കളാ. അവർക്ക് വൈകുന്നേരങ്ങളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കും രാത്രി 8:30 8:45 9 മണിക്കാണ് ഈ പിള്ളേർ തിരിച്ച് വീട്ടിൽ വരുന്നത്. അതുവരെ ടീച്ചേഴ്സ് എല്ലാം ചുറ്റുവട്ടത്തിലുള്ള ടീച്ചേഴ്സ് അല്ല, ഭർത്താക്കന്മാര് വന്ന് കാത്തു നിൽക്കും ക്ലാസ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. പക്ഷെ പോർഷൻസ് തീരില്ല, തീർക്കാൻ നിങ്ങളെപ്പോലുള്ളവർ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ കുറെ സൗകര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വരുത്തി കൊടുത്തു എന്ന് പറയണ്ടല്ലോ. കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ പഠന നിലവാരം അന്വേഷിക്കണമെങ്കിൽ ഓരോ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കണം. അവർ ചത്ത് കിടന്ന് പഠിപ്പിച്ചിട്ടും പഠന നിലവാരം അങ്ങോട്ട് ഉയരുന്നില്ല. അത് അവരുടെ കഴിവില്ലായ്മയല്ല, അവരുടെ അവസ്ഥയാണ്. ഓൾ പാസ് ഉണ്ട്. പിള്ളേരെടുത്ത് ഹോംവർക്ക് ചെയ്തില്ലേ എന്ന് ചോദിച്ചൊന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ അന്നേരം ടീച്ചറിന്റെ പേരിൽ പീഡന പരാതിയാ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളതെന്ന് പറയുന്നത് സാഹചര്യങ്ങളില്ല, 100 അവധി, പഠിപ്പിക്കാൻ പറ്റൂല ടീച്ചേഴ്സിന്. അപ്പോഴും പറഞ്ഞത് സർക്കാർ സ്കൂൾ മോശം, അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കണത് മോശം, അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല.
അവരെ പോലെ കപ്പാസിറ്റി ഉള്ള, അറിവുള്ള, അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന ടീച്ചേഴ്സ് പ്രൈവറ്റ് സ്കൂളുകളിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത്രയ്ക്കും അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻസ് മാത്രമല്ല, പ്രാക്ടിക്കൽ നോളജ് ഉള്ള ടീച്ചേഴ്സാണുള്ളത്. അവിടെയാണ് കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ ഒരു കാര്യവുമില്ലാത്ത സമരങ്ങളുമായിട്ട് വരുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമരം നടത്തിക്കോളൂ. സെക്രട്ടറിയുടെ ഗേറ്റ് തുറന്നല്ലോ, നിങ്ങൾ അവിടെ ചെന്ന് സെക്രട്ടറിയേറ്റ് ചെന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേ, തെറി പറയേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനെ കുത്തി കാണിക്കേ ഒക്കെ ചെയ്തോളൂ. നോ ഇഷ്യൂസ്. സാധാരണക്കാരന്റെ മക്കളുടെ പഠിപ്പ് മുടക്കമായിട്ട് വരരുത്. ഇതൊരു റിക്വസ്റ്റ് ആണ്, ഒരു അമ്മ എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് ആണ്. ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ പഠിപ്പ് മുടക്കുന്ന ഒരു തരത്തിലുള്ള സമരങ്ങളോടും സാധാരണ ജനങ്ങൾ സഹകരിക്കരുത്. അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. അവരുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. അതിന് കോട്ടം തട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും നിൽക്കാൻ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് കഴിയില്ല. അതിന് ABVP കൊണ്ടുവന്നാലും KC കൊണ്ടുവന്നാലും ഞാനെന്ന അമ്മ അതുമായിട്ട് സഹകരിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ സെക്രട്ടേറിയറ്റിലോട്ട് കയറി ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ചെന്ന് സമരം ചെയ്യുക. അതായത് ഡിപ്പാർട്ട്മെന്റിലുള്ള മന്ത്രിമാരോട് വഴക്കുണ്ടാക്കി, കൊഞ്ഞനെ കുത്തി കാണിക്കേ, അങ്ങോട്ട് കൊടുക്കേ, ഇങ്ങോട്ട് കൊടുക്കേ, തല്ലുകൊണ്ട് വീട്ടിൽ വരെയൊക്കെ ചെയ്യും. തല്ലുകൊണ്ട് വീട്ടിൽ വരുന്ന കുട്ടികളും കൂടി ഒന്ന് ആലോചിച്ചോളണം. ഞങ്ങൾ ഈ +2 വരെ വളർത്തി വലുതാക്കിയിട്ടാണല്ലോ നിങ്ങളെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടികൊള്ളാൻ വേണ്ടി തെരുവിലേക്ക് ഇങ്ങനെ ആനയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുപോയത്. ഈ പറഞ്ഞ അപ്പൊ ഒരു 18 വയസ്സായി. ഈ വയറ്റിലിട്ട കാലം മുതൽ ഈ 18 വയസ്സ് വരെ ഞങ്ങൾ തിന്നോ കുടിച്ചോ എന്ന് നിങ്ങളെ അറിയിക്കാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തി നിങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതെന്തിനാ കൊണ്ടുവന്നത്? ഞങ്ങളുടെ ജീവിതമായതുകൊണ്ട്, ഞങ്ങളുടെ മക്കളായതുകൊണ്ട്. ആ മക്കളാണ് അടിയും കൊണ്ട് പുളിയും കുടിച്ച് കോളേജിൽ പഠിക്കാൻ വിടുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്ന് പെരക്കാതിരിക്കുന്നത്. ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾ അച്ഛനമ്മമാര് സഹിച്ചോളാം, ഞങ്ങൾക്കിപ്പോ കൊല്ലാൻ പറ്റൂലല്ലോ. നിങ്ങൾ പഠിക്കാൻ വേണ്ട, തെരുവിൽ കിടന്ന് അടിയും കൊണ്ട് പുളിയും കുടിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വയസ്സാകാലത്ത് ഞങ്ങൾ ചോറ് തരാം. അത്രയും ചെയ്യും. ഇത്രയും ഞാൻ പറയണത് ഒരു അമ്മ എന്നുള്ള നിലയിലാണ്. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പോസ്റ്റായിട്ട് കാണരുത്. തെരുവിൽ കിടന്ന് ഓരോ കൊച്ചുങ്ങൾ അടി കൊള്ളുമ്പോണ്ടല്ലോ, അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, കൊച്ചുങ്ങൾ അടി കൊള്ളുമ്പോഴുണ്ടല്ലോ അമ്മമാരായിട്ടുള്ള ഓരോരുത്തരുടെയും നെഞ്ചിൽ തീ കോരിയിടുന്ന വിഷമമാണ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് എനിക്ക് സങ്കടം വരും. കാരണം ഞങ്ങൾ അച്ഛനമ്മമാർക്ക് വന്ന് അത്ര കഷ്ടപ്പെട്ടാണ് ഒരു കൊച്ചിന് ജന്മം കൊടുക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റി വെച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഈ പിള്ളേർക്ക്, സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ടും നാളെ പഠിച്ചൊരു സർട്ടിഫിക്കറ്റുമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പറഞ്ഞ മുൻനിരയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുക, അടികൊള്ളു, പോലീസുകാരുടെ അടികൊള്ളു എന്ന് പറയുന്ന ഓരോ രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ? ഒരാളുണ്ടോ? അവരൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് പഠിച്ച് വലിയ വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളറുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആരോട് പറയാൻ, ആരോട് കേൾക്കാൻ? നിങ്ങൾ അടികൊള്ളു, നിങ്ങൾ അടിയും കൊണ്ട് പുളിയും കുടിച്ച് അങ്ങനെ നടക്ക്. ഞങ്ങള് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള അച്ഛനമ്മമാരുണ്ടല്ലോ, നിങ്ങളെ ജനിപ്പിച്ചു പോയി, നിങ്ങളെ പ്രസവിച്ചു പോയി എന്നൊക്കെ ഉള്ള ഇതിൽ ഞങ്ങൾ തീ തിന്ന് മോക്ഷം കിട്ടാതെ ചത്തൊടുങ്ങിക്കോളാം. ഇത് മനസ്സിന്റെ വിഷമമാണ് ഞാൻ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പോസ്റ്റ് അല്ല. പഠിപ്പ് മുടക്കിയാലും സാധാരണക്കാരന്റെ മക്കൾക്കാണ് ദോഷം. പഠിപ്പ് മുടക്കുന്നവർക്ക് അപകടം സംഭവിക്കുമ്പോഴും സാധാരണക്കാരന്റെ മക്കൾക്ക് മാത്രമാണ് ദോഷം. അടി കൊണ്ട് മൂലയെ കിടക്കുമ്പോൾ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ്, ഇന്നിപ്പോ ഒരു VS സഖാവ് വന്നിട്ട് ഒരു കൊച്ചിന്റെ കൈയൊടിഞ്ഞിരിക്കുന്ന കൊച്ചിനെ നോക്കി പറയുന്നുണ്ടല്ലോ, ഞങ്ങളുണ്ട് കൂടെയെന്ന്. ആ കൊച്ചിന്റെ വേദന ആരാ തിന്നുന്നത്? ഈ പാർട്ടിക്കാരോ? ആ കൊച്ച് ആഹാരം കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുമ്പോൾ വാരി കൊടുക്കുന്നത് ആര്? പാർട്ടിക്കാരാണോ? ആ കൊച്ചിന്റെ അമ്മയാ. മോനെ 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 എന്ന് വിളിച്ച് നിൽക്കേണ്ടത് ആ അമ്മയാ. എവിടെയെങ്കിലും ഉരുണ്ട് വീണ് കൈയൊടിഞ്ഞെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. വല്ലവനും വേണ്ടി ചെന്ന് കിടന്ന് ജയ് വിളിച്ച് അടിയും കൊണ്ടിട്ട് വന്നിരിക്കുന്നു. എല്ലാ അമ്മമാരുടെ മനസ്സ് ഇതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ തള്ള വൈബാണെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. അതേ, തള്ള വൈബ്. ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ തള്ള വൈബാ. ആ വൈബിലെ പിന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ പഠിപ്പ് മുടക്കെന്ന് പറയുന്നത് പഠിപ്പ് മുടക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും പഠിപ്പ് മുടക്കിൽ പങ്കെടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ദോഷമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി പറഞ്ഞാൽ ഞാൻ എന്നെ കുറ്റക്കാരിയാക്കും. എന്ത് കാര്യത്തിൽ?